ഹലോ, ഞാൻ എന്തായി കഴിക്കുന്നതെന്നല്ലേ? ഞാനതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചുമ്മാ ആണേലും കുറച്ച് ഇലയൊക്കെ സുല്ലേണ്ണ അതിന് പറയും ചപ്പും കാടും ഒക്കെ കുറേ എടുത്ത് എന്താ ഇത് കഴിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഇലവർഗ്ഗങ്ങൾ നമുക്ക് ശരീരത്തിന്, കണ്ണിന്, എന്തിനും നല്ലതാണ്. നമുക്കൊരു ദോഷകരമായ കാര്യമല്ല. പിന്നെ മുരിങ്ങയില മഴക്കാലങ്ങളിൽ ഉപയോഗിക്കുന്നത് ദോഷകരമാണ് ശരീരത്തിന്. മറ്റ് എല്ലാ ഇലകളും നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്ന ഇലകൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, മുരിങ്ങയില, ഊരി വൃത്തിയായി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് അത് നമ്മളിതിലേക്ക് കുടഞ്ഞിടുക. പിന്നെ നമുക്ക് ഇതൊരു എളുപ്പമുള്ളതുമാണ്. തോരൻ ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ നമുക്ക് കഴിപ്പിക്കാവുന്ന ഒരു കാര്യം കൂടാണ്. ഇത് പണ്ട് തൊട്ടേ നമ്മുടെ അമ്മമാരൊക്കെ അറിയാവുന്നതാണ്. ഞാനിത് കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട്. കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ടു. പിന്നെ നമ്മൾ മുട്ട ഇലയുടെ അനുസരിച്ച് നമുക്ക് മുട്ട ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു 4 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇല കൂട്ടണേ കൂട്ടാം, മുട്ട കൂട്ടണേ കൂട്ടാം, അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പാൻ അടുപ്പിൽ വെക്കുക. കടുക് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഓയിലൊഴിക്കുക, കടുക് ഇടുക. അതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടൊഴിക്കുക. ഒഴിച്ചൊന്ന് നിരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ തീ കൂട്ടി വെക്കുക. പെട്ടെന്ന് ഇതൊന്ന് നല്ല ചൂടിൽ ഒന്ന് നമുക്ക് വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് നമ്മളിങ്ങനെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ തോർത്തിയെടുക്കാമെന്ന് പറയും. അങ്ങനെ നമ്മൾ തോർത്തി ഇങ്ങനെ ഇല വാടി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മുട്ട അത് തോരൻ പരുവത്തിലേക്ക് 2 പേരൂടെ കൂടി ചേർന്നിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള മഞ്ഞയും പച്ചയൊക്കെ ചേർന്നിട്ടുള്ളൊരു കളറായിരുന്നു. കാണാനും ഭയങ്കര ഭംഗിയാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാകും. പിന്നെ നമ്മൾ സബോളയും ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും പ്രത്യേകമുണ്ട്. ചൂടോടുകൂടി ആവി പറക്കുന്ന നമ്മുടെ ഈ തോരനിങ്ങനെ നമുക്ക് പാത്രത്തിലെടുത്ത് വെച്ച് ചുമ്മാ കഴിക്കാനും നല്ലതാണ്, ചോറിൻ്റെ കൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഇവരെ 2 പേരെയും കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് പാത്രത്തിലൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ കഴിച്ചൊക്കെ നോക്കി. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറവായിരുന്നു ഞാൻ. അപ്പം അവർക്കും ഇഷ്ടപ്പെട്ടു. മോനുട്ടനൊക്കെ ഒരുപാട് കഴിച്ചിരുന്നു. അതിന്